നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് വിശാഖം ദിനത്തിൽ നമ്മളിവിടെ വാഴക്കൂമ്പ് അതുപോലെ തന്നെ വാഴക്കുടപ്പൻ എന്നൊക്കെ പറയും, അതുകൊണ്ട് പരിപ്പ് വെച്ച് എങ്ങനെ തോരനുണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കണേ. ആ വിഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് ഈ വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരനൊക്കെ നല്ലൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തായാലും നമ്മുടെ വാഴക്കൂമ്പും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും കൊണ്ട് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു വാഴക്കൂമ്പ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു 1.5 ഗ്ലാസ് ചെറിയ ഗ്ലാസ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അരമുറി നാളികേരം, അതുപോലെ തന്നെ ഇത്തിരി ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ ഒരു 4 നമ്മുടെ പച്ചമുളക്, പിന്നെ 2 ചെറിയ ഉള്ളി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക്, കരിവേപ്പില, വറ്റൽമുളക്, പിന്നെ നമ്മൾ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് പരിപ്പെടുത്ത് നമുക്ക് കുക്കറിൽ വേവിക്കാം. നമുക്ക് അധികം വേവേണ്ട, നമുക്ക് ഒരു ഫീസിലൊക്കെ 1-2 ഫീസിലൊക്കെ അടിച്ചാൽ മതി. നമുക്ക് അധികം വേവേണ്ട. പരിപ്പ് നമുക്കതിൽ കിടക്കണം, കുഴഞ്ഞു പോകാൻ പാടില്ല നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഇനി അടുത്ത വിഭവത്തിലേക്ക് കിടക്കാം. എന്തായാലും ഇനി പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറൊക്കെ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ പരിപ്പിൽ കുറച്ച് വെള്ളവും പരിപ്പും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് നമുക്കിടാം. ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമുക്ക് പരിപ്പ് വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിൽ ചേർത്ത് വേവിക്കണം. നമുക്ക് ഇത്തിരി ഉപ്പിടാം. അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിടാം. അതുപോലെ തന്നെ ലേശം മുളക് പൊടി നമുക്കതിലേക്കിടാം. ഇനി നമുക്ക് പരിപ്പ് ഇത് വേവിക്കാം. ഒരു 2 ഫീസിൽ നമുക്ക് അടിച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. എന്തായാലും മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് എടുക്കണം. ഈ നമ്മുടെ എന്താ പറയുക, തേങ്ങയും ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം കൂടി നമ്മൾ ചതച്ചെടുക്കണം. ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ച് ജീരകം, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. അധികം അരയേണ്ട, നമുക്ക് ചതച്ചെടുക്കാം. ഇനിയും അതിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ നാളികേരമൊക്കെ നമ്മൾ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് വാഴക്കൂമ്പ് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇനി നമ്മൾ വാഴക്കൂമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുകിടാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് നമുക്കിടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് കൊല്ലമുളക് ഇതൊക്കെ എടുത്തിടാം. നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടട്ടെ. നല്ലൊരു വാഴക്കൂമ്പ് പരിപ്പും കൊണ്ടുള്ള തോരനാണ്. നമ്മളിതൊക്കെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം. നല്ല പോഷകഗുണമൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് ഇങ്ങനത്തെ തോരനൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എന്തായാലും കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കതിലേക്ക് 3-4 വറ്റൽ മുളക് നമുക്ക് പൊട്ടിച്ചിടാം. വറ്റൽ മുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1-2 ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിടാം. നമുക്ക് അതിലേക്ക് മീൻ ചെറിയ ഉള്ളിയും കൂടി ചെറിയൊരു മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൂമ്പ് നമുക്കതിലേക്ക് എടുത്തിടാം. ഇതിലേക്ക് നമ്മൾ കൂമ്പ് എടുത്തിടാണ്. കൂമ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, കാരണം വെള്ളം തനിയെ വരും. അതുകൊണ്ട് കൂമ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. എന്തായാലും കൂമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കൂമ്പ് നന്നായിട്ട് വേവട്ടെ.
നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടി അതിലേക്ക് ഇടാം. നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി ഇടാം. നമുക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് അതിലേക്ക്. അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ. ലേശം മുളക് പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇത്തിരിയും കൂടി ഇടാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ നമുക്കതിലേക്ക് ഒഴിക്കാം. നമുക്ക് എന്തായാലും ഇനി നമുക്കത് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടത് വേവട്ടെ. കൂമ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. നമ്മുടെ കൂമ്പ് ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. നമുക്ക് എന്നിട്ടൊന്ന് ഇളക്കാം. നമുക്ക് നല്ല ഒരു ടേസ്റ്റുള്ളൊരു കൂമ്പ് തോരനാണിത്. ഇനി നമുക്കൊന്ന് പൊത്തി വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വയ്ക്കിയത് ഒന്നുകൂടെ ഒന്ന് വേവട്ടത്. കൂമ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് നമുക്കിടാം. ഇട്ടിട്ട് രണ്ടും കൂടി നമുക്ക് ഇളക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും ചതച്ച് വെച്ച നാളികേരം നമുക്ക് അതിലേക്കിടാം. ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്. നമുക്ക് എന്താ രസം. ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഈ തോരൻ. എന്തായാലും നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കാം. എന്തായാലും നമുക്കത് കഴിഞ്ഞിട്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടട്ടെ നമുക്ക്. എന്നിട്ട് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിൽ നമ്മുടെ കൂമ്പ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള വിഭവമൊക്കെ ഓണക്കാലത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നല്ലൊരു സൂപ്പർ കൂമ്പ് തോരനാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണത് നിങ്ങൾ എല്ലാവരും. ഇനി നമ്മുടെ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നാളെ നാളിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്കെത്താം. നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ